മദ്യത്തിൽ മനസ്സു തൊടും നേരം നരകത്തെ ഗുഡ് മോർണിംഗ് ഇരിക്കിരിക്കെ. പാട്ടൊക്കെ എന്തായി? പല്ലവി ഏകദേശം റെഡിയായി. ടീച്ചറെ കേൾപ്പിച്ചിട്ട് അഭിപ്രായം അറിയിട്ട് ബാക്കി ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം. മദ്യത്തിൽ മനസ്സു തൊടും നേരം നരകത്തെ മാടി. ഈ കോളേജിന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരിക്കണം ലഹരി വിരുദ്ധ വാരാചരണം. മക്കളെ തിരിച്ചറിയാത്ത അച്ഛന്മാർ, സഹോദരിമാരെ തിരിച്ചറിയാത്ത സഹോദരന്മാർ, വിദ്യാർത്ഥികളെ മറന്നുപോകുന്ന അധ്യാപകർ, ഒക്കേക്കും പിന്നിൽ നമുക്ക് ലഹരിയുടെ സ്വാധീനം കാണാം. ബൈക്കിൽ ഉച്ചയ്ക്ക് എത്തുന്ന ഒരു ചേട്ടനുണ്ട്. അയാളാണ് ഇവിടുത്തെ പ്രധാന കച്ചവടക്കാരൻ. പഠനത്തിൽ നിന്ന് വഴിമാറിപ്പോകുന്ന കുട്ടികളിൽ കുറെ പേരെങ്കിലും നേർവഴിക്ക് പോകുമെങ്കിൽ അതൊരു വലിയ സാമൂഹ്യ പ്രവർത്തനമാണ്. മുഴുവൻ ജനങ്ങൾക്കും നല്ല അവയർനെസ് കൊടുക്കണം. NSSന്റെ പ്രവർത്തകരായ നിങ്ങളിൽ ഞാൻ അഭിമാനിക്കുന്നു. സാമൂഹിക തിന്മകൾക്കെതിരെ നമ്മൾ ജാഗ്രത പുലർത്തണം. അതിരിക്കട്ടെ, നമ്മുടെ ജ്യോതിസ് എവിടെ? ലീഡ് ചെയ്ത് പാടേണ്ട ആളല്ലേ? അവൻ തലവേദന ഹോസ്റ്റലിലേക്ക് പോയിട്ടുണ്ട്. നാളെ ഒറ്റ ദിവസമേ ഉള്ളൂ. അപ്പൊ പാട്ട് ഇന്ന് തന്നെ ചിട്ടപ്പെടുത്തണം. ചരസും ഭാങ്കും കഞ്ചാവും തമ്പാക്ക് ബീഡി മുറുക്കാനും ക്യാൻസർ മുതലാം രോഗങ്ങൾ അകാല വാർദ്ധക്യം മരണം. ചരസും ഭാങ്കും കഞ്ചാവും തമ്പാക്ക് ബീഡി മുറുക്കാനും ക്യാൻസർ മുതലാം രോഗങ്ങൾ അകാല വാർദ്ധക്യം മരണം. തൃപ്തി സുഖങ്ങളിൽ മുഴുകാൻ കിട്ടിയ ജീവിതമെത്ര എളുപ്പത്തിൽ നാം ദുരിതം വേദന കണ്ണീർ നിലവിളി വിധിയായി മാറ്റിമറിക്കുന്നു. തൃപ്തി സുഖങ്ങളിൽ മുഴുകാൻ കിട്ടിയ ജീവിതമെത്ര എളുപ്പത്തിൽ നാം ദുരിതം വേദന കണ്ണീർ നിലവിളി വിധിയായി മാറ്റിമറിക്കുന്നു. ജോയിസേ, ജോയിസേ, നിനക്ക് കൂടി വേണ്ടിയല്ലേ പാട്ട് ഇഷ്ടപ്പെടുന്നത്? നീ ഇവിടെ വന്നിരുന്നാൽ എങ്ങനെയാ? ഞാൻ പാടാനില്ല. അതെന്താ? ആ പാട്ട് പാടാൻ എനിക്ക് പറ്റില്ല. എത്ര വലിയ പാട്ടും എളുപ്പം പഠിക്കുന്നവനല്ലേ നീ. ഇത്ര ലളിതമായ പാട്ട് നിനക്കെന്താ പാടാൻ പറ്റാത്തത്? ലഹരിക്കെതിരെയുള്ള ആ പാട്ട് പാടാൻ ഞാൻ അർഹനല്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ശരിയാണല്ലേ? വന്നയാൾ നിന്നെ കാണാൻ വന്നതാണല്ലേ? നീ സിഗരറ്റ് വലിക്കുമെന്നേ ഞാൻ കരുതിയുള്ളൂ. പക്ഷേ കുറച്ചു നാൾ മുമ്പ് വരെ അതേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷേ ചില ഓർമ്മകളെ കൊല്ലാൻ, ചില വേദനകളെ മറക്കാൻ ദേ ഇവിടെ ഒരു കുഞ്ഞ് ഇഞ്ചക്ഷൻ. സുഖത്തിൻ്റെ ചിറകേറി പറന്നു പറന്നു പോകാൻ. വേണ്ടടാ, നിന്നെ പോലെയുള്ള നശിക്കാൻ പാടില്ല. 2 തവണ സംസ്ഥാന കലോത്സവത്തിൽ സമ്മാനം നേടിയവനല്ലടാ നീ. നീ ഒരുപാട് മുന്നോട്ട് പോകേണ്ടവനാ. നീ ഇതിൽ നിന്നെല്ലാം പിന്തിരിയണം. ഞാൻ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ കാരണം ഈ ലഹരിയാണ്. അതുകൊണ്ട് എന്നെ വഞ്ചിച്ച് എനിക്ക് പാടാൻ പറ്റില്ല. പിന്നെ അവൾക്കൊപ്പം പാടാനുമില്ല. ആർക്കൊപ്പം? അവളോടൊപ്പം തന്നെ, ആ റിൻസിക്കൊപ്പം. നിങ്ങൾ തമ്മിൽ? ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. പക്ഷേ എനിക്ക് അവളെ കാണുന്നത് ഇഷ്ടമല്ല. അതെന്താ? അമ്മയും അച്ഛനും തമ്മിൽ കള്ളുകൂടിയെപ്പറ്റി ഒരു ചെറിയ തർക്കമേ ഉണ്ടായിരുന്നുള്ളൂ. വെറും 1.5 വയസ്സ് മാത്രമുണ്ടായിരുന്ന എന്നെ നരയിക്കാൻ വിട്ടിട്ട് ആത്മഹത്യ ചെയ്ത എൻ്റെ അമ്മയുടെ മുഖച്ഛായകൾക്ക് എനിക്ക് വെറുപ്പാ. നമ്മുടെ കോളേജിന് അഭിമാനമാവുന്ന ഒരു പരിപാടിയല്ലടാ. നീ ആയിട്ട് കൊളാക്കരുത്. ഞാനായിട്ട് കൊളാക്കുന്നു? അതിന് നീയൊക്കെ എന്നോട് ചോദിച്ചിട്ടാണോ പരിപാടി പ്ലാൻ ചെയ്തത്? എല്ലാം കൂടി വലിഞ്ഞു കയറി വരുന്നതിനാ ഇവിടെ എന്താ കെട്ടുകാഴ്ചകളുണ്ടോ? ഇറങ്ങി പോടാ. എങ്ങനെയുണ്ട് ഡോക്ടർ? ഭയപ്പെടാനൊന്നുമില്ല. ബോധം വീണിട്ടുണ്ട്. നഴ്സിനെ കണ്ടാൽ മതി. ശരിക്കും എന്താ ഉണ്ടായത്? ഞാൻ ഹോസ്റ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഏതോ മയക്കുമരുന്ന് ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോഴാണ് രോഹിതും അവിനാശും കൂടി കയറി വന്നത്. രോഹിതും അവനും തമ്മിൽ മുമ്പ് എന്തോ കശപിശ നടന്നിരുന്നു. അതായിരിക്കും ജോയിസ് ദേഷ്യപ്പെട്ട് സംസാരിച്ചത്. വാതിലിനെ പുറത്തേക്ക് പിടിച്ചല്ലിട്ട് പോലും ഞാൻ പ്രതികരിച്ചില്ല. പക്ഷേ എങ്കിൽ എന്നെ തെറി വിളിച്ചപ്പം ഞാനൊന്ന് പിടിച്ച് തള്ളി. മറിഞ്ഞു വീഴുമെന്നോ ബോധം പോകുമെന്നോ ഞാൻ കരുതിയില്ല.
നമുക്കൊരു കാര്യം ചെയ്തല്ലോ, 1-2 ദിവസമൊക്കെ ഇവനെ റാണി ടീച്ചർ വീട്ടിൽ കൊണ്ട് നിർത്താം. അവിടെ ആകുമ്പോൾ മര്യാദ നിന്നോളും. പ്രിൻസി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവനെ ഇപ്പൊ കൊണ്ടുവരും. നിന്നെ കണ്ട ചിലപ്പോ വയലന്റ് ആകും. എന്നെ കണ്ട വരണ്ടാകുമെന്നോ? നിനക്കെന്താ വട്ടാണോ? ഒരു മിനിറ്റ്. ഇക്കാലത്ത് ഉപദേശിക്കുന്ന ആർക്കിഷ്ടമല്ല. ഉപദേശമാണെന്ന് കരുതണ്ട. ജ്യോതിസിന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ പറയുമായിരുന്നു എന്ന് കരുതിയാ മതി. സ്നേഹം കൊണ്ട് എന്നെ മാറ്റിമറിച്ച ടീച്ചർ എൻ്റെ അമ്മ തന്നെയാണ്. ജ്യോതിസിനി മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിക്കരുത്. അമ്മയുടെ വാക്കുകൾ മക്കൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിന്റെ കണ്ണുകളിലെ നനവ് മതി നീ ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാൻ. എനിക്ക് മുന്നിൽ ഞാൻ വിചാരണ കുറ്റവാളി തന്നെയാണ്. ദുരന്തത്തിലാഴ്ത്തി ഭാര്യ പിരിഞ്ഞപ്പോൾ ഏകാന്തത അകറ്റാനോ കുഞ്ഞുമകൻ്റെ സംരക്ഷണം ലക്ഷ്യമിട്ടോ സ്നേഹസാന്ത്വനം പ്രതീക്ഷിച്ചോ മറ്റൊരു സ്ത്രീയെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാതെ എനിക്കായി മാത്രം ജീവിക്കുന്ന അച്ഛനോട് ഞാൻ നീതി പുലർത്തിയോ? വ്യത്യസ്ത അറിവുകളും സ്നേഹവചനങ്ങളുമായി ഞങ്ങളെയൊക്കെ തിരുത്താൻ ജീവിതം ഒഴിഞ്ഞുവെച്ച റാണി ടീച്ചറെ പോലുള്ളവ കാണാതെ പോകുന്നത് തെറ്റല്ലേ? നന്നായി പാടാനും മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഇടം നേടാനുമായി പ്രപഞ്ച സ്രഷ്ടാവ് കനിഞ്ഞു തന്ന ഈ കഴിവിനോട് അനാദരവ് കാട്ടുന്നത് അക്ഷന്തവ്യമായ തെറ്റല്ലേ? വീട് വാങ്ങിച്ചതാ. ടൈൽസ് പാകിയ മുറ്റം വല്ലാത്ത അസ്വസ്ഥതയാ തരുന്നത്. മണ്ണും പുല്ലും മഞ്ഞും മഴയും പകരുന്ന കുളിരിലും ഈറനിലും തൊട്ടു നടക്കാനുള്ള അവസരമായില്ലാതായത്. അതിനാൽ ഇത്തരം അവസരങ്ങളെ ഞാൻ അറിഞ്ഞാസ്വദിക്കും. നടക്കുന്ന ആർക്കും നോവല്ലേന്ന് കരുതി പ്രകൃതി വിരിച്ചു തന്ന പച്ച പട്ടുമെത്ത എങ്ങനെയുണ്ട്? വല്ലാത്ത അനുഭൂതി തരുന്നു. ഈ തിരിച്ചറിവിന് നന്ദി ടീച്ചർ. പ്രകൃതിയെ കൂടുതൽ അടുത്തറിയുമ്പോൾ നമ്മളിൽ സമാധാനം നിറയും. കൂടുതൽ ശാന്തത അനുഭവിക്കുന്നവരാവും നമ്മൾ. പഠിക്കണം നമ്മൾ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ ജീവികളിൽ നിന്നും ജീവൻ വളർത്തുന്ന ശീലങ്ങളിലൂടെ വളരാൻ. ബന്ധം സ്വന്തം മുറിയേണ്ട, ഉടൽ പൊട്ടിയൊലിച്ചു നടക്കേണ്ട, ഒരു പാട്ടൊഴുകും പോലെ ജീവിതമിവിടെ സമൃദ്ധിയിലായിടാൻ. ബന്ധം സ്വന്തം മുറിയേണ്ട, ഉടൽ പൊട്ടിയൊലിച്ചു നടക്കേണ്ട, ഒരു പാട്ടൊഴുകും പോലെ ജീവിതമിവിടെ സമൃദ്ധിയിലായിടാൻ. ലഹരി വിരുദ്ധം പുതുതാം തലമുറ വീടിനു നാടിനും അഭിമാനം. വികസിത സംസ്കൃതി വിടരുകയായി ഒഴുകി ശാന്തി സമാധാനം. ലഹരി വിരുദ്ധം പുതുതാം തലമുറ വീടിനു നാടിനും അഭിമാനം. വികസിത സംസ്കൃതി വിടരുകയായി ഒഴുകി ശാന്തി സമാധാനം. മദ്യത്തിൽ മനസ്സു തൊടും നേരം നരകത്തെ മാടി മാടി വിളിക്കയായി. മദ്യത്തിൽ മനസ്സു തൊടും നേരം നരകത്തെ മാടി മാടി വിളിക്കയായി. വ്യക്തി കുടുംബം സമൂഹമെല്ലാം ഇരുളിൻ കയത്തിലമരുകയായി. വ്യക്തി കുടുംബം സമൂഹമെല്ലാം ഇരുളിൻ കയത്തിലമരുകയായി. മദ്യത്തിൽ മനസ്സു തൊടും നേരം നരകത്തെ മാടി മാടി വിളിക്കയായി.